ഹായ് ഫ്രണ്ട്സ് ടൊരട്ട് പോവാം. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതെ ഇവളൊക്കെ മാരേജ് വെച്ചോണം അങ്ങനെയായിട്ട് വീട്ടിൽ സംസാരിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മോളെ എനിക്ക് അങ്ങനെ ചെക്ക് നോക്കിയോണ്ടുള്ള എനിക്ക് ഏത് പിടിച്ച ഫോട്ടോ എനിക്ക് കാണിട്ടു മനസ്സിലായി. ഇപ്പോൾ അങ്ങനത്തെ ഹീറോയിനുള്ള ഞാനിപ്പോൾ ഫസ്റ്റ് വരെ പഠിക്കുന്ന അതുകൊണ്ട് അങ്ങനെ നെക്സ്റ്റ് കോഴ്സ് സെക്കൻഡ് ഇയർക്കാണ് പോകുന്നത്. അതെ വെച്ചാ ശരി അങ്ങനെ നോക്കാന്ന് അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു. ഹീറോയി പറഞ്ഞു രാവിലെ എണിച്ച് വന്നു റെഡിയായി കോളേജിൽ വന്നു. ഹീറോയി പറയുന്നു ആരായാലും ജിമ്മിൻ്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. ഫ്രണ്ടിനോട് പറയാനുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിക്കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഫ്രീ ടൈം അതെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. അതെ ക്ലാസ്സില്ല ഒരു ക്ലാസ്സിൽ എല്ലാം ഫ്രീ ആണ്. കോളേജിൽ ഇതെന്ത് ക്ലാസ് ഒന്നുമില്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഇങ്ങനെ ഇത് ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് പറഞ്ഞ ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിനവിടെ നിന്നിട്ട് സംസാരിക്കുക. ജിമ്മിന് മേലെ ക്ലാസ് ഉണ്ടായിരുന്നു. മേലെ ഇറങ്ങി വരുന്നു. ജിമ്മിനിക്ക് വോയിസ് കേൾക്കുക ജിമ്മിൽ നിന്നു അങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനായിട്ട് മച്ചി നീ എന്താ പറയുന്നത്? അതെ മച്ചി എനിക്ക് മാരേജ് ചെയ്യാൻ പോവാം. അതോടെ ജിമ്മിനൊക്കെ ഷോക്ക്. ഹീറോയിനെ നോക്കിയായിരുന്നു. അതടി എനിക്ക് നെക്സ്റ്റ് മാരേജ് ചെയ്യാൻ പോകാം പ്ലാൻ. എടി നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. ഇപ്പം മാരേജ് ചെയ്യുന്ന അമ്മച്ചോട് പറഞ്ഞ് മനസ്സിലാവില്ല. നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കാൻ പോകും. അതുകൊണ്ട് എനിക്ക് മാരേജ് വേഗം ചെയ്യാൻ പോകാമെന്നത് എന്നെ ഷോക്കായിട്ട് പറയാൻ തുടങ്ങി. എന്നോട് നീ പറയുന്ന അതെടി അച്ഛൻ പറയായിരുന്നു. ഇല്ല ഡാഡിൻ്റെ അത് തന്നെ ഈ മാരേജ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മാരേജ് കഴിച്ചില്ല. എൻ്റെ ആൻറ്റിനും അവനും പോവാ. അവന് വരുന്ന സെക്കൻഡ് ഇയർ എത്താൻ പോകുമ്പോൾ അവന് വരും. അതിനു മുമ്പ് ഞാൻ മാരേജ് കഴിച്ച് പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ ഇതുവരെ പോയവൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ചെറിയ കുട്ടിക്കുമ്പോൾ അവൻ പോയതാ. അപ്പോൾ എനിക്ക് എത്ര 10 വയസ്സാണ് ഇപ്പം അവൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു അവനൊരു ഡാഡിക്ക് അറിഞ്ഞായിരുന്നു അവനൊരു പ്ലേ ബോയാണ്. അതുകൊണ്ട് അവനെന്നെ ചോദിച്ച് എന്ത് ചെയ്യാം. അതുകൊണ്ട് മാരേജ് കഴിക്കാൻ പറഞ്ഞു ഡാഡി. അതുകൊണ്ട് എൻ്റെ ഡാഡി ചെക്കൻ തേടിയാണുള്ളത്. എനിക്ക് ഡാഡിക്ക് ഓക്കെയാണ് ഡാഡി പറഞ്ഞത്. നല്ല കെയറിങ് നല്ല സ്വീറ്റ് ഹസ്ബൻഡ് എനിക്ക് കിട്ടിയ. അപ്പോൾ നീ മാരേജ് ഓക്കെ വരാം. ഡാഡിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡാഡിക്ക് ഓക്കെയാണ് എനിക്ക് ഓക്കെയാണ്. ഡാഡി ഞാൻ കേട്ടത് ഒന്നും പറയില്ല. ഡാഡി ആരെ കേട്ടൊക്കെ അത് ചെയ്യാം. അപ്പം നീ ലവ് ചെയ്യുന്നത് എന്തോ? ലവ് പറഞ്ഞാൽ മച്ചി എനിക്കിതുവരെ ആരും വരെ ഫീലിങ്സ് വന്നിട്ടില്ല. ക്രഷ് ഉണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു നിനക്ക്. അതടി ഒരു വരെ ഞാൻ ലവ് ചെയ്താൽ എൻ്റെ ഡാഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അവനിക്ക് ജോബ് ഉണ്ടാവണം. എന്നാ നീ മച്ചി പറയണ? അതെ എൻ്റെ ഡാഡി പറഞ്ഞിരുന്നു ലവ് ചെയ്യുന്ന കോളേജ് പോയിന ലവ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി ഡീസൻ്റായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞ എന്നെ അയാളുടെ ഞാൻ പറഞ്ഞു മമ്മിയുടെ ഡാഡിൻ്റെ ആ ടൈപ്പിൽ ചെക്കൻ തേടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡി ശരി ഓക്കെ എനിക്ക് മാരേജ് ഓക്കെയാണ്. ഡാഡി ഫോട്ടോസ് വിടുന്ന ഓൾറെഡി എനിക്ക് ഫോട്ടോസ് തന്നിട്ടുണ്ടടി. എന്ത് ഫോട്ടോസാ? കാട്ട്. ഇവൻ്റെ പേര് വിക്രമ. ഇവൻ തമിഴ്നാട്. അത് മാത്രമല്ല ഇവൻ ഡോക്ടറാണ്. ജിമ്മിന് ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. വിക്രം ആദിത്യൻ എടി കാണുന്നത്ര ഹാൻസം ഇല്ല. അതന്നെ ഇത് ഞാൻ റിജക്റ്റ് ചെയ്യാൻ പോവാം. ജിമ്മിനിക്ക് സമാധാനമായി. ശരി ബാക്കി 5 ഫോട്ടോ ഉണ്ടായിരുന്നു. മച്ചേനൊരു ഫോട്ടോ ടോട്ടൽ 5 ഫോട്ടോ ഉണ്ട്. 4 ഫോട്ടോ ഇത് റിജക്റ്റ്. ഓക്കെ ശരി ഓക്കെ ഡി ഇതിൽ ഒരു ഗീറ്റ് ഇട്ടോ. ഗീറ്റ് പറഞ്ഞാൽ ഗീറ്റല്ല ഒരു മച്ച ഇത് റിജക്റ്റ് ഇത് എഴുതി വെച്ചു. ഇവൻ വാവ് കാണാൻ ഹാൻസം ആയിട്ടുണ്ടല്ലേ. ഇവൻ പേര് അർജുനാ. അത് മാത്രമല്ല ഇവൻ ആക്ടറാണ്. ആഡൽ ടൈപ്പ്. ഇവൻ എനിക്ക് കറക്റ്റ് മാച്ചല്ല മച്ചി. മാച്ചാണ് മാത്രം എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടില്ല. ഓ ജിമ്മിന് സമാധാനമായി. ഇതും റിജക്റ്റാ. ഇതിന് ബാക്കി ഫോട്ടോസ് ഉണ്ടല്ലോ. ഇവൻ്റെ പേര് ഇതാണ് ആദ്യം പറഞ്ഞ എന്താ? ഇവന് എഞ്ചിനീയറാടി. അതെ മച്ചി എഞ്ചിനീയറാണ്. ശരി ഓക്കെ ഡി ഇങ്ങനെ ഒരു മച്ചി ലാസ്റ്റ് ഒരു ഫോട്ടോ ഇവന് റഹാനാ. അതെടി
ഇവനെ വരെ റഹാൻ ഇവനെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനായിട്ടുമല്ല ഫസ്റ്റ് ഒരാൾ പറഞ്ഞു ഫോട്ടോ കാട്ടി. ഇവനെ എന്തുപടി പറയാം കിരൺ. കിരണും എനിക്ക് ഓക്കെ അല്ലടി. കിരാനും കുറച്ച് അതിന് ടൈപ്പ് മാറിയുണ്ട്. ചിലപ്പോൾ കിരാൻ എനിക്ക് ഓക്കെ അല്ല. ജിം എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇനി നെക്സ്റ്റ് ഫോട്ടോസ് ഇന്ന് വീട്ടിലൊക്കെ ഒരുടി. ഇതെല്ലാം റിജക്റ്റ്. ശരി ഓക്കെ. ഞാൻ പോയിട്ട് ഇന്ന് സംസാരിക്കാൻ പോവാം. എടി നാളെ കോളേജില്ലല്ലേ? അത് ശരിയാടി, നാളെ കോളേജില്ല. നാളെ നിന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം എന്ന് പറയുന്നു ജിമിൻ. ഓ നാളെ കോളേജില്ല, അത് ശരി. ജിമിന് വന്ന് ഓർത്ത് ഒരു സ്നപ്ചത് അവിടെ നിന്ന് പോയി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല ജിമിന് വന്ന് പോയത്. ഒന്നും അറിയാലായിരുന്നു ജിമിന്. എല്ലാം കേട്ടു എന്നറിയില്ലായിരുന്നു. അങ്ങനെ ജിമിന് വന്നു. അതെ ആ കോള് ജിമ്മിൻ്റെതാണ്. ജിമ്മിൻ പ്രിൻസിപ്പൽ വിളിച്ച് ഒരു കാര്യം സംസാരിച്ചു. ഓക്കെ സാർ ഞാൻ അയച്ചോളാം. അങ്ങനെ ജിമ്മിനിക്ക് ഫോട്ടോസ് വന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഫോട്ടോസ് വന്നായിരുന്നു. ജിമ്മിൻ സ്നക്ക് ചെയ്തു. ശരി ഓക്കെ. ജിമ്മിൻ്റെ വീട്ടിൽ ജിമ്മിനോട് പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന്. ജിമ്മിൻ്റെ മോം ഡാഡി വന്നായിരുന്നു. ജിമ്മിൻ മോം എപ്പോൾ വന്നതാ? ഇന്ന് വന്നടാ. ജിമ്മിൻ നടന്ന കാര്യം വീട്ടിനോട് പറഞ്ഞു. ജിമ്മിൻ്റെ ഉമ്മയ്ക്ക് ഷോക്കായിരുന്നു. ശരി ഓക്കെ ഡാ ഞങ്ങൾ വരാം എന്ന് ജിമ്മിനോട് പറഞ്ഞു. ഹീറോയിൻ നല്ല റെഡി ആയിട്ട് വാവ് ഈ ഡ്രസ്സൊക്കെ സൂട്ടാവും എന്നാൽ ഹീറോയിൻ നല്ല വൈറ്റ് ഫ്രോക്ക് ഇട്ടിട്ട് അവിടുന്ന് ഫ്രണ്ടിൽ കൂടെ കറങ്ങാൻ പോകുന്നു. മോം ഷോപ്പിംഗ് ചെയ്ത് വരാം എന്ന് പറഞ്ഞു. മമ്മിക്ക് എന്തെങ്കിലും സാധനം വേണം എൻ്റെ പറഞ്ഞു. ഹീറോയിൻ മോം പറഞ്ഞു ഇതെല്ലാം കൊണ്ടുപോകാൻ അയച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനാണ് ഡ്രൈവിങ് ചെയ്തത്. നമ്മൾ ഡ്രൈവിങ് ചെയ്യാൻ പോവായിരുന്നു. അതിനായിട്ട് വീട്ടിൽ ബെല്ലടിച്ചു. ഹീറോയിൻ്റെ മമ്മി ആരാ ഇത് എന്നെ വാത് തുറന്നു. വാതൊക്കെ ഷോക്കായിരുന്നു. സാർ നിങ്ങളാരാ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി വന്നു. അകത്ത് വന്നു. നിങ്ങളാരാ? ജിമ്മിന് നടന്ന കാര്യമല്ല പറഞ്ഞത്. അതെ ജിമ്മിന് വന്നായിരുന്നു. നിങ്ങളെ മോക്ക് അലക്സ് നോക്കുന്നത് അറിഞ്ഞു. അതെ ചെക്കൻ നോക്കുന്ന അറിഞ്ഞു. അതെ സാർ നിങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ മോളെ ചോദിക്കാൻ വന്നത്. ജിമ്മിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു. അവർക്ക് ഓൾറെഡി ലാംഗ്വേജ് എല്ലാ ലാംഗ്വേജ് അങ്ങനെ അവർക്ക് സംസാരിക്കായിരുന്നു. അങ്ങനെ ജിമ്മിനെ കുറിച്ച് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ തന്നെ അവർക്ക് ഓക്കെ ആയി. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു.